ഇങ്ങനെയൊരു വിവരം കേൾക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു കഴിയുകയായിരുന്നു രണ്ടാഴ്ചക്കാലം ബസവന്റെ ഭാര്യ ഗൗരി. ഒപ്പം 4 പെൺകുട്ടികളും. തോൽപ്പെട്ടി കാട്ടുനായ്ക്ക കോളനിക്കാരുടെ സർവ്വപ്രതീക്ഷകളും തകർത്താണ് ഇന്ന് ഉച്ചയോടെ ബസവന്റെ മൃതദേഹം കണ്ടെത്തിയ വിവരമെത്തിയത്. തോൽപ്പെട്ടി വനത്തിലെ കക്കേരി കോളനിക്ക് സമീപത്താണ് അഴുകിയ രൂപത്തിൽ മൃതദേഹം കണ്ടത്. മൃതദേഹത്തിനടുത്തുനിന്നും ബസവൻ ഉപയോഗിച്ചിരുന്ന വയർലെസ് സെറ്റ്, മൊബൈൽ ഫോൺ എന്നിവയും ലഭിച്ചു. കാട്ടാന കൊലപ്പെടുത്തിയ ബസവനെ മറ്റു വന്യജീവികൾ ഭക്ഷിച്ചതാകാമെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. കഴിഞ്ഞ നവംബർ 23-നാണ് ബസവനെ ഔദ്യോഗിക ജോലിക്കിടെ കാണാതാകുന്നത്. ബസവനെ കാണാതായ വിവരം 5 ദിവസം വനംവകുപ്പ് മറച്ചുവെച്ചുവെന്ന ആരോപണമുണ്ടായിരുന്നു. ബസവനെ കാണാതായ വാർത്ത മീഡിയ 1 പുറത്തറിയിച്ചത്. വാർത്തയെ തുടർന്ന് പോലീസും വനംവകുപ്പും തെരച്ചിൽ ഊർജിതമാക്കുകയായിരുന്നു. ബസവന്റെ മരണത്തിൽ വനംവകുപ്പിന് വീഴ്ച പറ്റിയെന്ന് ആരോപിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു. കഴിഞ്ഞ മാസം പുൽപ്പള്ളിയിൽ ചന്ദ്രൻ എന്ന ആദിവാസി വനം വാച്ചറും ആനയുടെ ആക്രമണത്തിൽ മരിച്ചിരുന്നു. BK സുഹൈൽ, മീഡിയ 1, വയനാട്.